അസ്സലാമു അലൈക്കും. ദിയൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഒരു അടിപൊളി പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ഞാനിവിടെ വെള്ളം മാക്രോണി തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എടുത്ത് വെച്ചിട്ടുള്ള മാക്രോണി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് സമയം ഇട്ടിട്ട് വേവിക്കരുത്, അപ്പോൾ ഇതാകെ ഒരു ഉടഞ്ഞ പോലെ ആവും. ഒരു മുക്കാൽ ഭാഗത്തോളം വേവായി കിട്ടിയാൽ മതി. ഇതിപ്പോൾ ഇതാ ഏകദേശം ഒരു മുക്കാൽ വേവായിട്ടുണ്ട്. ഇനി ഇത് ഇത്രയും തന്നെ മതിയാവും. ഇത് ചൂടൊക്കെ പോണതിൻ്റെ മുന്നേ തന്നെ പെട്ടെന്ന് തന്നെ ഇതിൽ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസിൻ്റെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ചേർത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതൊന്ന് വാടി കിട്ടിയ സമയം കൊണ്ട് ഇതിലേക്ക് ഒരു ക്യാരറ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്യാരറ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ക്യാരറ്റും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഒരു വലിപ്പമുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് വെന്ത് കിട്ടുന്ന രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ മക്രോണി തിളപ്പിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്, അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇതിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതി. ഇനി ഇത് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രീം തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂണും മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. കട്ട പിടിക്കാത്ത രീതിയിൽ വേണം കേട്ടോ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ മൈദൊക്കെ ഒന്ന് റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ പാല് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. പാല് ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് ഓവറായിട്ട് കട്ട പിടിക്കും. അപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറേശ്ശെ ഇതേമാതിരി പാലൊഴിച്ചിട്ട് കട്ടകളില്ലാണ്ട് ഇങ്ങനെ ഉടച്ചുടച്ചെടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് അളവിലാണ് കേട്ടോ പാലെടുത്തിട്ടുള്ളത്. പാലിപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ചിട്ട് കട്ടകളൊന്നും ഇല്ലാതെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് കുറുകി വരുന്നുണ്ട്. ഇത് ഒരുപാട് അങ്ങോട്ട് കുറുക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഇരിക്കുന്നതിനനുസരിച്ചിട്ട് തന്നെ നന്നായിട്ട് കുറുകി കിട്ടും. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള 1 സ്പൂണ് കുരുമുളക് പൊടിയും 1/2 സ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇതിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇനി ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് ബട്ടറിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ്. അതും കൂടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്, അപ്പോൾ അത് നോക്കിയിട്ട് വേണം വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം വെജിറ്റബിൾസൊക്കെ വഴറ്റി വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ എല്ലില്ലാതെ ഫ്രൈ ചെയ്തെടുത്തതാണ്. അത് ചെറുതായിട്ട് ഇങ്ങനെ പിച്ചെടുത്തതാണ് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്. ഇത് കയ്യിലുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു പാസ്തയ്ക്ക്. എൻ്റെ കയ്യിൽ ചിക്കൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അതും കൂടി ഒന്ന് ടേസ്റ്റ് ഒന്നും കൂടി ഇരട്ടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചേർത്ത് കൊടുത്തെന്നുള്ളൂ. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഓവറായിട്ട് കുത്തി ഇളക്കി ഒരുപാട് നേരം ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കരുത്. അപ്പോൾ ആകെ മക്രോണിയൊക്കെ പൊടിഞ്ഞ് ഒരു വിധമാവും. ഇതേമാതിരി എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ പതുക്കെ ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം.
അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.